ജയിലർ 2 ലാലേട്ടനെ കാണിക്കാത്തതിന്റെ വിഷമം ഇതിലൂടെ മാറിയിട്ടുണ്ട്. ഒരു മലയാള സിനിമയുടെ തലവര മാറാൻ പോകുന്ന ഐറ്റം ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിൽ കൂടുതൽ ഒരു വാക്കില്ല ഇതിന്. ടീസർ മലയാള സിനിമയിലെ ഒരു മാലപ്പടക്കത്തിന്റെ തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് മാർച്ച് 27 വരെ കാത്തിരിക്കാം. മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ ഉള്ളിടത്തും മത്സരമാണ്. വിസ്മയമാകുന്നുള്ളതിന് മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യിപ്പിച്ചുള്ളതിൽ അങ്ങനെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി വരുന്ന മലയാളത്തിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് മൂവി എന്ന് പറയുന്ന എമ്പുരാൻ്റെ ടീസർ റിലീസാണ്. അപ്പോൾ ഇന്ന് മോഹൻലാൽ ഫാൻസ് അതിന് ടീസറിൻ്റെ ഷോയുടെ ആർട്ടിക് മാൾ നടത്തുകയാണ്. അപ്പോൾ ഈ ടീസർ കണ്ടിറങ്ങുന്ന ആ ആരാധകരോട് ആ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം ടീസർ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇല്ല, കിടിലൻ സാധനം. മലയാളത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് ലെവൽ സാധനമാണ്. പീക്ക് ലെവലായിരിക്കും. അന്യായ സാധനം. ലാലേട്ടൻ്റെ ഒരേ സ്വാഗ്, ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിടിലം. ജയിലർ 2 ലാലേട്ടനെ കാണാൻ പറ്റാത്ത വിഷമം മാറിയോ? അപ്പോൾ ഇതിൽ കൂടെ ജയിലർ 2 ലാലേട്ടനെ കാണിക്കാത്തതിന്റെ വിഷമം ഇതിലൂടെ മാറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ലാലേട്ടൻ ഒരു രക്ഷയില്ല. കിടിലോ എന്ന് പറഞ്ഞാൽ കിടില. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ടീസറിൽ. അന്യായ സാധനം. മലയാള സിനിമയുടെ തലവര മാറാൻ പോകുന്ന ഐറ്റം ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിൽ കൂടുതൽ ഒരു വാക്കില്ല ഇതിന്. ഒരിക്കലുമില്ല. ഇത് ബ്രഹ്മാണ്ഡ ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തിരിക്കുന്നു. അതിനി നമുക്ക് ടീച്ചറിന് ഇതേ ഒരു ആവേശമാണ്. ഈ പടം ഇറങ്ങുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു എന്താണ് സ്വപ്ന ലോകത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡ ഐറ്റം, ഒരു രക്ഷയില്ല. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും ഒരു മിനിറ്റ് ടീസർ കൊണ്ട് ഇത്രയും വിജയം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാർച്ച് 27 വൻ ഹിറ്റായിരിക്കും അടിക്കാൻ പോകുന്നത്. സർവ്വകാല റെക്കോർഡായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത്ര ഗംഭീരമായിട്ട് ചെയ്തിരിക്കണേ. എന്തായാലും പൃഥ്വിരാജിന് താങ്ക്സ്. ഇത് ഇന്ന് ഈ ദിവസം ജനുവരി 26 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു പുതുചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമയുടെ ടീസറിന് ഇത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ടീസർ ഇന്ന് ഇവിടെ നടന്ന വീഡിയോ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും എന്താണ് ലാലേട്ടൻ എന്ന്, ലാലേട്ടൻ്റെ ഫാൻ ബേസ് എന്താണെന്നുള്ളത്. ഈ ടീസർ മലയാള സിനിമയിലെ ഒരു മാലപ്പടക്കത്തിന്റെ തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് മാർച്ച് 27 വരെ കാത്തിരിക്കാം. ഹിറ്റിന് വേണ്ടി എല്ലാ റെക്കോർഡുകളും, അതായത് ടീസർ ഉൾപ്പെടെ കളക്ഷൻ ഉൾപ്പെടെ എല്ലാ സകലമായ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിൽ ഈ എമ്പുരാൻ എന്ന തമ്പുരാനെ കാണാൻ ഈ എഴുന്നള്ളിപ്പിന് വേണ്ടി ഈ ആയിരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ തലവര മാറ്റിമറിക്കാൻ എമ്പുരാൻ വന്നിട്ടുണ്ട്. കൊണ്ടാടുവോ இந்த കേരളക്കര ഉറപ്പായിട്ടും ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ വന്നത്. അതായത് പുതിയ ബെഞ്ച് മാർക്കാണ് ദൃശ്യം തുടങ്ങി വെച്ചത്, തുടങ്ങി വെച്ചത്, ലൂസിഫർ തുടങ്ങി വെച്ചത്, ഇതിനകത്ത് എമ്പുരാൻ പുതിയ ബെഞ്ച് മാർക്കോടെ തുടങ്ങി വെക്കും. അതായത് മലയാളത്തിന്റെ ന്യൂ മാർക്കറ്റ് എന്താണെന്ന്, മലയാളത്തിലെ മാക്സിമം, അതായത് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്ന്, അതായത് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ പടം കാണിച്ചത്. അതായത് ഫാൻസുകാർ തമ്മിൽ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ ഉള്ളിടത്തും മത്സരമാണ്. നമ്മൾ തന്നെ എത്ര തിയേറ്ററിൽ ഫാൻസ് നടത്തും, അവരവരെ ശക്തി തെളിയിക്കും. എല്ലാം മാർച്ച് 27 വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്. വിസ്മയമാകുന്നുള്ളതിന് മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യിപ്പിച്ചുള്ളത് ലാലേട്ടൻ്റെ പടങ്ങളാണ്. ദൃശ്യമായാലും പുലിമുരുകനായാലും ലൂസിഫർ ആയാലും. ഇനി അതിനുശേഷം മലയാള സിനിമയെ ആഗോള വിപണിയിൽ ഏറ്റവും വലിയ പടമാക്കാൻ പോകുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ 2 എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ട്രെയിലർ ടീച്ചർ നമ്മൾ പ്രതീക്ഷ മേളിലിരിക്കുന്ന സാധനം സൂപ്പർ. അത് സൂപ്പർ. എന്തിനു പറയാം, ഒന്നുമില്ല. ഒരു സൂപ്പർ. ചെറിയ ഒന്നും അല്ല പൊന്നെ, ഇത് വലിയ പടം. പൃഥ്വിരാജ് സൂപ്പർ കേട്ടോ. തിരിച്ചറിവ് എന്താണോ മാർച്ച് 27 കണ്ടിട്ട് ചെറിയ